ഒന്നോ രണ്ടോ ബാത്റൂമിലേക്ക് മാത്രമായിട്ട് ഇതായി കാണുന്ന പോലെ ഒരു സെൽഫ് പ്രൈമിംഗ് മിനി ബൂസ്റ്റർ പമ്പ് വെക്കാൻ നേരത്ത് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് എത്ര മാക്സിമം പ്രഷർ ജനറേറ്റ് ചെയ്യുമെന്ന് ചോദിക്കും. പക്ഷേ അതിലുള്ള പ്രശ്നം ചില സ്ഥലങ്ങളിൽ ഇത്രയും പ്രഷർ വേണ്ട. പലരുടെയും പരാതി ഇത് ഓവർ പ്രഷറാണ്, ഇതിൻ്റെ സ്വിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കും. സ്വിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കറിയാം, ഇതിൽ 2 ബാർ മുതൽ 3 ബാർ വരെയുള്ള ചെറിയൊരു റേഞ്ചിനുള്ളിൽ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്താ സൊല്യൂഷൻ എന്നല്ലേ കാണിച്ചു തരാം. ഈ പമ്പിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്ന ഒരു BLDC റേഞ്ചിൽ വരുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് മിനിമം 1 ബാർ മുതൽ മാക്സിമം 2.8 ബാർ വരെയുള്ള റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും മറ്റേ പമ്പ് പോലെ പ്രഷർ സ്വിച്ച് വിട്ട് ഓടുക, പ്രഷർ സ്വിച്ച് ഓഫ് ആവാതിരിക്കുക, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഇൻവെർട്ടർ ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ഇൻവെർട്ടറിൽ നിന്ന് മറ്റേ മോട്ടോർ വർക്ക് ചെയ്യില്ല, പക്ഷേ നമ്മുടെ BLDC മോട്ടോർ വർക്ക് ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ സൗണ്ട്. മറ്റേത് എപ്പോഴും എല്ലാവരും പറയുന്നതാണ്, രാത്രി മോട്ടോർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നൊക്കെ പറയും. ആ വക പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം പ്രഷർ 1 ബാറാണ്. അതായത് 1 ബാർ പ്രഷർ മുതൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓണായി, നമ്മുടെ വാൽവ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ ഓഫായി. വാൽവ് എന്ന് പറഞ്ഞാൽ ഷവറോ ടാപ്പോ എന്താണെങ്കിലും മോട്ടർ ഓഫായി. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 1 ബാർ ആണെങ്കിൽ ആ 1 ബാറിൽ വരെയാണ് മാക്സിമം അതിൻ്റെ റേഞ്ച് കയറുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ പമ്പ് BLDC ആയതുകൊണ്ടുള്ളൊരു മെച്ചം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മോട്ടർ ഓൺ ചെയ്തെന്ന് വിചാരിക്കുക, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം പ്രഷറിലാണ്, അതായത് 1 ബാറിലാണ്. ഈ 1 ബാറിൽ സെറ്റ് ചെയ്യാൻ നേരത്ത് മോട്ടർ എടുക്കുന്ന മാക്സിമം കറണ്ട് 0.4 0.5 ആംസ് ആണ്. ഇതൊരു സെൽഫ് പ്രൈമിംഗ് ടൈപ്പ് പമ്പായതുകൊണ്ട് ലോഡ് ചെയ്യുന്തോറും ആംബിയർ കൂടും. നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലെയല്ല. അങ്ങനെ നോക്കിയാലും നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പോകുന്നത് 0.6 ആംബിയർ ആണ്. അതായത് 1/2 ആംബിയറിനടുത്താണ് മാക്സിമം ലോഡിൽ 1 ബാർ സെറ്റ് ചെയ്യുമ്പോൾ പോകുന്നത്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കറണ്ട് മേലോട്ട് പോകും. ഇത് കുറഞ്ഞ പ്രഷറിൽ സെറ്റ് ചെയ്യുമ്പോഴുള്ള ഡീറ്റെയിൽ ആണ്. ഇതിൻ്റെ ഏറ്റവും എളുപ്പ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ സാധാരണ പോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുപോയി റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഡിഫറൻഷ്യൽ അഡ്ജസ്റ്റ് ചെയ്യുക, ഓഫ് ആവുന്നില്ലെങ്കിൽ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, ആ വക പരിപാടി ഒന്നും വേണ്ട. ജസ്റ്റ് ഇതിൽ പ്ലസും മൈനസും ഉണ്ട്. നിങ്ങൾക്ക് 1 ബാർ സെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 1 ബാർ സെറ്റ് ചെയ്യുക, കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്ലസ് വെക്കുക, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് വെക്കുക, അത്രയുള്ള പരിപാടിയേ ഉള്ളൂ. വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടർ തനിയെ ഡ്രൈവ് ആവും. അതേപോലെ തന്നെ വാൽവ് അടയ്ക്കുന്നതിനനുസരിച്ച് പതിയെ നമ്മുടെ ലൈൻ പ്രഷർ കൂടി വരുന്നത് നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാൻ പറ്റും. ലൈൻ പ്രഷർ കൂടി വന്നിട്ട് നമ്മൾ എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ കട്ട് ഓഫ് ആവും. അത്ര സിമ്പിളാണ്. BLDC ആയതുകൊണ്ട് ഇതിന് ഒരുപാട് വില വരുന്നുണ്ട് എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ സാധാരണ വരുന്ന ഈ കാണുന്ന മിനി ബൂസ്റ്റർ പമ്പുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആവറേജ് 10,000 രൂപയോളം വില വരുന്ന, അതായത് ബ്രാൻഡഡ് പമ്പുകൾക്ക് വില വരുന്ന ഒരു മോഡലാണ്. അതിനേക്കാൾ ഒരു 2,000 രൂപയോളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസിക്കിൻ്റെ എക്കണോമി റേഞ്ചിൽ വരുന്ന 400 വാട്ട്സിൻ്റെ BLDC പമ്പ് കിട്ടും. താങ്ക് യു.